വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. ഇന്ന് നമ്മൾ വായിക്കുന്നത് മത്തായി 13:36 മുതലുള്ള വാക്യങ്ങൾ. ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് അവൻ വീട്ടിലേക്ക് വന്നു. ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് അപേക്ഷിച്ചു, വയലിലെ കളകളെ സംബന്ധിക്കുന്ന ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നാലും. അവൻ ഉത്തരം പറഞ്ഞു, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ്. വയൽ ലോകവും നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരും കളകൾ ദുഷ്ടൻ്റെ പുത്രന്മാരുമാണ്. അത് വിതച്ച ശത്രു പിശാശാണ്. കൊയ്ത്ത് യുഗാന്തമാണ്. കൊയ്ത്തുകാർ ദൈവദൂതന്മാരും. കളകൾ ശേഖരിച്ച് അഗ്നിക്കിരയാക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ യുഗാന്തത്തിലും സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയും ഉണ്ടാകും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾക്കാൻ മനസ്സുള്ളവർ കേൾക്കട്ടെ. ഇത് ലോകാവസാനത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ദൈവപുത്രൻ നല്ല വിത്ത് ഭൂമിയിൽ വിതയ്ക്കുന്നു. നന്മ പ്രവർത്തിക്കുന്നവർ അത് വളർന്നു വലുതായി നന്മ പ്രവർത്തിക്കുന്നു. പിശാച് വന്ന് ചീത്ത വിത്തുകളും നടുന്നു. അത് വളർന്ന് തിന്മ പ്രവർത്തിക്കുന്നു. അവസാന നാളിൽ കർത്താവ് വരുന്നു. ദൈവദൂതന്മാരെ അയച്ച് നന്മ ചെയ്യുന്നവരെ മാറ്റി നിർത്തുന്നു. തിന്മ ചെയ്യുന്നവരെയും തിന്മയ്ക്ക് ഹേതുവാകുന്നവരെയും നരകാഗ്നിയിലേക്ക് തള്ളുന്നു. അവിടെ പല്ലുകടിയും വിലാപവും ഉണ്ടാകും. അതേസമയം കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന നീതിമാന്മാർ എല്ലാ മഹത്വത്തോടും കൂടെ സ്വർഗരാജ്യത്തിൽ കർത്താവിനോടൊത്ത് വസിക്കും. ഇതാണ് ഇതിൻ്റെ സാരം. അവസാനം പറയുന്നു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മൾ ക്രിസ്തു അനുയായികളാണെങ്കിൽ ബൈബിളിലെ ഓരോ വചനവും ഗൗരവത്തിലെടുക്കേണ്ടതാണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, ആവശ്യമില്ലാത്തത് മാറ്റിക്കളയുക, ഫിൽട്ടർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വേറെ രീതിയിൽ വ്യാഖ്യാനം ചെയ്യുക. അതൊന്നും അവിടെ നടക്കുന്ന കാര്യമല്ല. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം കർത്താവ് പറഞ്ഞത്. കർത്താവിനറിയാം ഇതൊക്കെ എത്ര പറഞ്ഞാലും കുറേ പേരൊന്നും ഇത് ചെവിക്കൊള്ളില്ല. അവർ നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുന്നത്, കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ കേൾക്കാൻ മനസ്സുള്ളവർ കേൾക്കട്ടെ. അതുപോലെ ജോൺ 12:43 ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാളധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു. ഇപ്പോൾ ഒരുത്തന് ലോകരൂപിയിൽ ജീവിക്കുമ്പോൾ അവൻ ചിലപ്പോൾ പല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണ്ടാവും. പക്ഷേ ചെയ്യുന്നത് മുഴുവൻ ലോകത്തിൻ്റെ പ്രശംസ പിടിച്ചു കിട്ടാനാണ്. ദൈവത്തിൻ്റെ സ്തുതിക്ക് ആയിട്ടല്ല
ചെയ്യുന്നത് എന്നും ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ എന്നെ നിരസിക്കുകയും ജോൺ 12:49, എന്നാൽ എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട്. ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും. കർത്താവ് പറയുന്ന വചനങ്ങളൊന്നും കേൾക്കാതെ പാപത്തിൽ മുഴുകി ജീവിക്കുന്നവർ, മാനസാന്തരത്തിന് അവസരങ്ങളുണ്ടായിട്ടും മാനസാന്തരപ്പെടാത്തവർ, അവർ നരകാഗ്നിയിൽ പതിക്കും. അതിന് ഒരു സംശയവും വേണ്ട. ഒരു ക്രിസ്ത്യാനിയായിട്ടിരുന്നിട്ട് പല പല വ്യാഖ്യാനങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. സ്വർഗവും നരകമൊക്കെ ഇവിടെ തന്നെയാണ്. ഇവിടെ ഒന്നുമല്ല. മരണവും മരണാനന്തര പുനരുത്ഥാനവും സ്വർഗവും നരകവും ഒന്നും വിശ്വസിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ക്രിസ്തു അനുയായി അല്ല എന്ന് തന്നെയാണ്. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ബേസ്. മനുഷ്യപുത്രൻ മനുഷ്യൻ്റെ രൂപം കൊണ്ട് കർത്താവ് ദൈവം ഭൂമിയിൽ ജനിക്കുന്നു. അവൻ മനുഷ്യനായി അവൻ ജീവിക്കുന്നു. മനുഷ്യരാൽ അവൻ കുരിശിലേറ്റപ്പെടുന്നു. മനുഷ്യരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ് അവൻ വന്നത്. പക്ഷേ പലരും അവൻ്റെ സ്വരം ശ്രവിച്ചില്ല. പകരം അവനെ തന്നെ കുരിശിലേറ്റി കൊല്ലുന്നു. അതിനുശേഷം 3-ാം ദിവസം അവൻ ഉയർത്തെണീക്കുന്നു. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു സ്വർഗത്തിൽ. ഇതിൽ വിശ്വസിക്കുന്നവർക്ക് ഈ വചനഭാഗവും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. നമ്മുടെ ജീവിതം എപ്പോഴും സ്വർഗം ലക്ഷ്യമാക്കി വേണം. ഈ ഭൂമിയിലെ സൽപ്പേരും കീർത്തിയും പ്രശസ്തിയും സമ്പാദ്യം അതൊക്കെ സെക്കൻഡറി ആയിരിക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തെ മഹത്വപ്പെടുത്തുക, സ്വർഗരാജ്യം. ദാറ്റ് ഈസ് അവർ ഗോൾ. ദൈവം ഇപ്രകാരമുള്ള ഒരു യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നമ്മളെ വിളിക്കുന്നു. നമ്മൾക്ക് കുറച്ചുകൂടെ ജാഗ്രതയോടെ ജാഗരൂകരായി ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.